ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 23-ാമത്തെ വാക്യം. പരസ്യ ജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം 30 വയസ്സ് പ്രായമായിരുന്നു. അവൻ ജോസഫിൻ്റെ മകനാണെന്ന് കരുതപ്പെട്ടിരുന്നു. ജോസഫ് ഹേലിയുടെ പുത്രനായിരുന്നു. പരിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി. സുവിശേഷകനും ചരിത്രകാരനുമായ യേശുവിൻ്റെ ശിഷ്യനല്ലാതിരുന്ന വിശുദ്ധ ലൂക്കോസ് വളരെ ആലോചിച്ച് ചിട്ടപ്പെടുത്തിയ തൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ വംശാവലി, അതും യേശുവിൻ്റെ ശിഷ്യനായിരുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയതിൽ നിന്നും വ്യത്യസ്തമായി കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ വംശാവലി അബ്രഹാം മുതൽ യേശു വരെയുള്ള ജോസഫിൻ്റെ വംശാവലി കുറിക്കുമ്പോൾ, വിശുദ്ധ ലൂക്കോസ് യേശുവിൽ നിന്നും തുടങ്ങി ആദാം വരെ നീളുന്ന വംശാവലി, അതും മേരിയുടെ പിതാക്കന്മാരിലേക്ക് ദാവീദ് പുത്രനായ നാഥാൻ വരെ വ്യത്യസ്തമായി പോകുന്നത് കാണുവാൻ സാധിക്കുന്ന വംശാവലി. മത്താത്ത നാഥാൻ്റെയും നാഥാൻ ദാവീദിൻ്റെയും പുത്രനെന്ന് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുമ്പോൾ, മത്തായിയുടെ സുവിശേഷത്തിൽ ദാവീദിൻ്റെ മകൻ സോളമൻ്റെ വംശാവലിയിൽ നിന്ന് താഴോട്ട് വന്ന് യേശുവിൽ വന്നു നിൽക്കുന്ന വംശാവലി. അതെ, ദാവീദ് രാജാവിൻ്റെ ഒരു മകൻ നാഥാൻ്റെ തായ്വഴിയിലാണെങ്കിൽ മറ്റൊരു മകൻ സോളമൻ്റെ തായ്വഴിയിലാണ് യേശുവിൻ്റെ വംശാവലി ഈ രണ്ട് സുവിശേഷങ്ങളിലും പ്രതിപാദിച്ചിരിക്കുന്നത്. മശിഹ തൻ്റെ വളർത്തുപിതാവ് വിശുദ്ധ ജോസഫിൻ്റെയും തനിക്ക് ജന്മം നൽകിയ വിശുദ്ധ കന്യക മറിയമിൻ്റെയും വംശാവലിയിൽ ദാവീദ് രാജാവിൻ്റെ വംശാവലിയിൽ നിന്നുമാണ് എന്ന് ഇവിടെ രണ്ട് സുവിശേഷകരും നമുക്ക് വ്യക്തമാക്കി തരുന്നു. എന്താണ് വംശാവലി? ഒരു വംശത്തിലെ അംഗങ്ങളുടെ ക്രമാനുഗതമായ പട്ടിക. പുതിയ നിയമത്തിൽ യേശുവിൻ്റെ വംശാവലി മാത്രമേ ശ്രദ്ധേയമായുള്ളൂ എങ്കിൽ, അതും രണ്ട് വ്യത്യസ്തമായ വംശാവലി വിശുദ്ധ മത്തായി ശ്ലീഹായും വിശുദ്ധ ലൂക്കോസും കുറിച്ചിരിക്കുന്നുവെങ്കിൽ, പഴയ നിയമത്തിൽ ഏകദേശം 20-ലേറെ വംശാവലികൾ നമുക്ക് കാണുവാൻ സാധിക്കും. കായേൻ മുതലുള്ള 7 തലമുറകളെ സൂചിപ്പിക്കുന്നതാണ് ആദ്യം വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വംശാവലി. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 17 മുതൽ 22 വരെ. പിന്നീട് ആദാം മുതൽ നോഹ വരെയും നോഹയുടെ പിന്മുറക്കാരുടെയും, ശേം മുതൽ അബ്രഹാം വരെയും യാക്കോബിൻ്റെ സന്തതികളുടെയും, അങ്ങനെ 4 വംശാവലി കൂടി ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. ഏതാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും നീണ്ടു കിടക്കുന്ന വംശാവലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ക്രോണിക്കിൾസ്, ദിനവൃത്താന്തം 1-ാം അധ്യായം മുതൽ 9-ാം അധ്യായം വരെ നീണ്ടു കിടക്കുന്ന, ആദാം മുതൽ ശൗൽ വരെ നീണ്ടുകിടക്കുന്ന വംശാവലിയാണ്. പുതിയ നിയമത്തിലുള്ള യേശുവിൻ്റെ വംശാവലിയിൽ സാധാരണ യഹൂദ വംശാവലിയിൽ രേഖപ്പെടുത്താത്ത 3 പേരുകൾ നമുക്ക് കാണാം. ഒന്നാമതായി, യഹൂദ വംശാവലിയിൽ ഉൾക്കൊള്ളാതിരുന്ന സ്ത്രീകളുടെ പേരുകൾ യേശുവിൻ്റെ വംശാവലിയിൽ നമുക്ക് കാണാം. സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെയും സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെയും വ്യക്തമായ അടയാളം ക്രിസ്തുവിൻ്റെ പുതിയ നിയമം നമുക്ക് കാണിച്ചു തരുന്നു. രണ്ടാമതായി, യഹൂദരല്ലാത്ത വിജാതിയർ ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. യഹൂദ രക്തമാണ് തങ്ങളുടേത് എന്ന് തെളിയിക്കുവാനായി ഉപയോഗിച്ചിരുന്ന യഹൂദ വംശാവലികളിൽ നിന്നും വിഭിന്നമായ ക്രിസ്തുവിൻ്റെ വംശാവലി. വീണ്ടും മൂന്നാമതായി, പാപികളായ മനുഷ്യരുടെ പേരുകളും നമുക്ക് ഈ വംശാവലിയിൽ കാണാം. അതെ, ഈ ലോകത്തിലേക്ക് എഴുന്നള്ളി വന്ന മനുഷ്യാവതാരം ചെയ്ത ദൈവം, ദൈവപുത്രൻ, സർവ്വലോകങ്ങൾക്ക് മുമ്പായി പിതാവിൽ നിന്ന് ജനിച്ചവൻ, പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം, തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവൻ, നമ്മുടെ രക്ഷയ്ക്കായി പരിശുദ്ധാത്മാവിൽ നിന്നും വിശുദ്ധ കന്യക മറിയാമിൽ നിന്നും അവതരിച്ചവൻ, നസ്രായനായ യേശു. അവൻ്റെ പുതിയ നിയമത്തിലെ സന്ദേശം അത് നമുക്കെല്ലാവർക്കും വേണ്ടിയാണ്. സ്ത്രീയെന്നോ പുരുഷനെന്നോ, യഹൂദനെന്നോ വിജാതീയനെന്നോ, പാപിയെന്നോ പുണ്യവാനെന്നോ തരം തിരിക്കാതെ നമുക്ക് ഓരോരുത്തർക്കായും, പ്രത്യേകിച്ച്
പാപിയായ ഞാൻ എന്ന പശ്ചാത്താപമുള്ള ഒരു മനസ്സിനുടമയായ എല്ലാവർക്കും അവൻ സ്നേഹിതനാണ്. താഴ്മയുള്ള സ്വഭാവമുള്ള എല്ലാവർക്കും അവൻ എപ്പോഴും കൂടെയുള്ളവനാണ്. ദൈവമേ, യേശുവേ, എൻ്റെ കൂട്ടുകാരനായി നിൻ്റെ അദൃശ്യമായ കൈകളിൽ പിടിച്ച് നടക്കുവാൻ എന്നും നീ എന്നെ യോഗ്യനാക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.